ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തത്സമയ മീഡിയ വണിനൊപ്പം ചേരുകയാണ്. ജോസി ബാബുവിനൊപ്പം. ജോസി, എന്താണ് ഇന്നലെയുണ്ടായ അപകടത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പറയാനുള്ളത്? കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വർഗീസ് പി പുന്നൂസ് മീഡിയ വണിനൊപ്പം ചേരുകയാണ്. അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുന്നത്. പൂർണ്ണമായും അപകടത്തിലായ വാർഡിൽ നിന്ന് ആളുകളെ പുതിയ വാർഡിലേക്ക് മാറ്റിയോ, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു? EFG ബ്ലോക്ക് എന്ന് അറിയപ്പെടുന്ന സർജിക്കൽ ബ്ലോക്കിലെ ഉണ്ടായിരുന്ന 330ഓളം പേഷ്യൻസിനെ ഇന്നലെ രാത്രി തന്നെ അവിടുന്ന്, ഇന്നലെ രാത്രിയോടുകൂടി മുഴുവൻ 100% അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഈ പുതിയ സർജിക്കൽ ബ്ലോക്കിലെ 8 വാർഡുകളിലായിട്ടാണ് അത്രയും പേരെ വിന്യസിച്ചിരിക്കുന്നത്. ഞാനിപ്പം രാവിലെ എല്ലാവരെയും പോയി കണ്ടു. ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്തായിട്ടാണ് നടന്നത്. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ബെഡുകൾ, മറ്റ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം പൂർണ്ണമായ രീതിയിൽ തന്നെ ഈ പുതിയ ഷിഫ്റ്റിങ്ങിൽ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു സംതൃപ്തിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ആദ്യ സമയത്ത് മന്ത്രിമാരടക്കം മിസ്ലീഡ് ചെയ്യുന്ന വിവരം പുറത്തു വന്നതിൻ്റെ ഒരു വിവാദം ഉയർന്നു നിൽക്കുകയാണ് ഇപ്പോഴും. അതെന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? സൂപ്രണ്ടിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു തെറ്റായ ഇൻഫർമേഷൻ ആദ്യഘട്ടത്തിൽ അങ്ങനെ പോകാൻ കാരണം എന്താണ്? അത് ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് അതേപ്പറ്റി മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു. ഞാനത് ഒന്ന് ചുരുക്കി പറയാം. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മറ്റ് വകുപ്പ് മന്ത്രിമാരുടെയും ഒക്കെ നേതൃത്വത്തിലെ മേഖലാതല അവലോകന യോഗം ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അപകടത്തിൻ്റെ വിവരം ഞങ്ങൾ അവിടെ അറിയുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ ഈ അപകട വിവരം അറിഞ്ഞതിന് ശേഷം ഒരു 10-12 മിനിറ്റിനുള്ളിൽ ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർ, ആരോഗ്യമന്ത്രിയും നമ്മുടെ വാസവൻ മിനിസ്റ്ററും ഇവിടെ എത്തി. കൂടെ സൂപ്രണ്ടും ഞാനും ആരോഗ്യവകുപ്പ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ആ ഒരു അപകട സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെ ഓൾറെഡി ഫയർഫോഴ്സ് എന്നേരം അവിടെ ഉണ്ട്. അവിടെ ആശുപത്രിയിലെ മറ്റധികാരികൾ, ARMO, ഡെപ്യൂട്ടി സൂപ്രണ്ട് തുടങ്ങിയിട്ടുള്ള അധികാരികളെല്ലാം അവിടെയുണ്ട്. അവിടെ നിന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അവിടെ എത്തി അവരിൽ നിന്നുള്ള വിവരം അറിഞ്ഞത്. അവിടെ 2 പേർക്ക് പരിക്ക് പറ്റിയതൊഴിച്ചാൽ മറ്റാർക്കെങ്കിലും ഗൗരവമായിട്ടുള്ള പരിക്കുകളോ അപകടങ്ങളോ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥൻ ആ അപകട സ്ഥലത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഹെൽമറ്റും യൂണിഫോമും ഒക്കെ ഇട്ടിട്ട് അവിടെ കയറി അവർ പരിശോധിച്ചു. അവരും പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ വേറെ ആരും കുടുങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് അവരും അവിടെ ഇരുന്ന് പറഞ്ഞു. ആ വിവരങ്ങൾ നമുക്ക് ഒരുമിച്ചാണ് കിട്ടുന്നത്. ആ വിവരം ബഹുമാനപ്പെട്ട മന്ത്രി അപ്പോൾ അവിടെ ഹാജരായിരുന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴത്തേനും മറ്റാരും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞു. അതാണ് അവിടെ സംഭവിച്ചത്. ആ ഒരു നിമിഷം, അല്ലാതെ അതൊരു വലിയ അലംഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു രക്ഷാപ്രവർത്തനങ്ങളെ നിസ്സാരമായിട്ട് കാണുകയോ ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. അതിനുശേഷം ഒരാൾ മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. പക്ഷേ ഈ കുട്ടിയുടെ അമ്മ, പരിക്ക് പറ്റിയ കുട്ടിയുടെ അമ്മ അതിൻ്റെ തന്നെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ JCB അവിടെ എത്തിച്ചേരാനായിട്ടുള്ള ഒരു താമസങ്ങൾ, അതിൻ്റെ പഴയ ബിൽഡിംഗ് ആണ്, നേരിട്ട് ഡയറക്റ്റ് ആക്സസ് ഇല്ല. പല ഭാഗങ്ങളും വെട്ടിപ്പൊളിച്ചും കട്ട് ചെയ്തും ഒക്കെയാണ് ആ JCB അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ആ പ്രവർത്തനങ്ങൾ അവിടെ തുടർന്നു നിന്നുകൊണ്ടേയിരുന്നു. അല്ലാതെ ആ രക്ഷാപ്രവർത്തനത്തിൽ ഒരു അലംഭാവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. നമ്മൾ പുതിയ സർജിക്കൽ ബ്ലോക്കിന് മുന്നിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത്രയും സംവിധാനത്തോടുകൂടി ഈ സർജിക്കൽ ബ്ലോക്ക് ഇവിടെ പണി തീർത്തിട്ടും അത് തുറന്നു കൊടുക്കാനുള്ള ഒരു കാലതാമസമാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്നത്. അത്തരത്തിലൊരു കാലതാമസം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? സർജിക്കൽ ബ്ലോക്കിൻ്റെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കിന് ഈ ബിൽഡിങ് ഏറെക്കുറെ കുറ്റമറ്റ രീതിയിലെല്ലാം ഫിനിഷ്ഡായിട്ട് നമുക്ക് തോന്നും. അകത്തെ വാർഡുകളിലേക്ക് ഇന്നലെ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കിന് പെട്ടെന്ന് മാറ്റുകയും ചെയ്തു. അപ്പോൾ എന്താണ് നേരത്തെ ഇത് ചെയ്യാമായിരുന്നില്ല എന്നുള്ള ചോദ്യം, ആ സംശയം ന്യായമാണ്. പക്ഷേ ഞാനതിൻ്റെ കാരണം പറയാം. ഇതൊരു സർജിക്കൽ ബ്ലോക്കാണ്, ഒരു സാധാരണ കെട്ടിടമല്ല, ഒരു മെഡിക്കൽ വാർഡല്ല. സർജിക്കൽ ബ്ലോക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാകണം. 14 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഈ പുതിയ സർജിക്കൽ ബോർഡിലുള്ള. ആ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്നറിയപ്പെടുന്ന ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുടെ ഫിനിഷിംഗ് വർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 30 ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു തീരുമാനത്തിൽ ജൂലൈ 31 തന്നെ ഈ മാറ്റം സാധ്യമാക്കണമെന്ന് പറയുകയും അതിനായിട്ടൊരു ടൈം ലൈൻ വെച്ച് കൗണ്ട് ഡൗൺ ചെയ്ത് നമ്മൾ ദിവസേന അത് മോണിറ്റർ ചെയ്താണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ ഇപ്പോഴും സജ്ജമല്ല. ഇന്നലെ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ നമ്മൾ വാർഡുകളിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ്റെ കാര്യത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള മറ്റ് എമർജൻസി ഓപ്പറേഷനുകളും മറ്റ് കാഷ്വാലിറ്റിയിലെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചത് നടത്താൻ വേണ്ടി ഇന്നിപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി, തിയേറ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയൊക്കെ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ കൂടുന്നുണ്ട്. പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. അതുകൊണ്ട് ഈ തിയേറ്റർ റെഡിയാകാനായിട്ടുള്ള ഒരു താമസം കൊണ്ടാണ് ഈ ഒരു വൈകിച്ച് വന്നിരിക്കുന്നത്. അല്ലാതെ ഒരു അലംഭാവം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ
അല്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ആശുപത്രി വികസന സമിതി ചേരുന്നില്ല എന്ന് ചില അംഗങ്ങൾ പറയുന്നുണ്ട്. അത് ഇത്തരം പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനമെടുക്കുന്നതിനുമൊക്കെ ഒരു വീഴ്ച വരുന്നതിന് അത് കാരണമായിട്ടുണ്ടെന്ന വിമർശനം ഈ ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തന്നെ പറയുന്നു. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി അത് ഈ നിർമ്മാണവുമായിട്ടോ ഈ ഷിഫ്റ്റിങ്ങുമായിട്ടോ ഒന്നും ആശുപത്രി വികസന സമിതിക്ക് വലിയ പങ്കൊന്നുമില്ല. ആശുപത്രി വികസന സമിതിയുടെ റോള് നിലവിലുള്ള ആശുപത്രി സംവിധാനങ്ങൾ, അവിടെ പുതിയ എക്യുപ്മെന്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇതും അതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യം എനിക്കില്ല. ആശുപത്രി വികസന സമിതി കാലാകാലങ്ങളിൽ കൂടുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നാണക്കേടുണ്ടാക്കിയ സംഭവമായി കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇവിടെ ഏറ്റവും പ്രശസ്തമായ രീതിയിലുള്ള സേവനം, അർപ്പണബോധത്തോടെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സ്റ്റാഫും ഒക്കെ പ്രവർത്തിച്ച് ഏറ്റവും മികച്ച ഒരു മാതൃകയായിട്ടാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേന് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മാനസികമായിട്ടുള്ള വലിയ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പരിഹാരത്തിനായിട്ട് ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മുൻകരുതലും എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ദൃഢമായ തീരുമാനം. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരങ്ങൾ മാത്രമാണ് മന്ത്രിമാരെ അറിയിച്ചിരുന്നത്. അത് അക്കാര്യം സൂപ്രണ്ട് തന്നെ ഇന്നലെ വ്യക്തമാക്കിയതാണ്. ആശുപത്രി വികസന സമിതി ചേരുന്നതിനൊന്നും വീഴ്ച ഉണ്ടായിട്ടില്ല. കൂടാതെ ഈ പുതിയ കെട്ടിടം കഴിപ്പിച്ച ശേഷം അവിടേക്ക് ആളുകളെ മാറ്റുന്നതിന് കാലതാമസം ഉണ്ടായെന്ന വിമർശനം അദ്ദേഹം തള്ളിക്കളയുകയാണ്. തിയേറ്റർ അടക്കം സജ്ജമാക്കാനായി ആണ് ഈ കെട്ടിടത്തിൽ തുറന്നു പ്രവർത്തിക്കുന്നതിനേക്കുള്ള കാലതാമസം നേരിട്ടത്. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ജാഗ്രത പുലർത്തുമെന്നുള്ള കാര്യമാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.